ടെക് ലോകത്തിൽ നിന്നുള്ള വാർത്തകൾ. ലോകത്തിലെ ഏറ്റവും വലിയ AI പ്രോജക്റ്റുമായി അമേരിക്ക. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണയോടെ 3 ടെക് ഭീമന്മാർ ഒന്നിച്ചുകൊണ്ടാണ് സ്റ്റാർഗേറ്റ് എന്ന പ്രോജക്റ്റിന് തുടക്കം കുറിച്ചത്. വൈറ്റ് ഹൌസിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഡൊണാൾഡ് ട്രംപ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. ChatGPT നിർമ്മാതാക്കളായ OpenAIയുടെ സ്ഥാപകൻ സാം ആൾട്ട്മാൻ, ഒറാക്കിൾ ചെയർമാൻ ലാറി എൽസൺ, സോഫ്റ്റ് ബാങ്ക് CEO മസയോഷി സൺ എന്നിവരാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. പദ്ധതിയിൽ പങ്കാളിത്തം സാധ്യമാകുന്നതിനെക്കുറിച്ച് NVIDIAയും ചർച്ചകൾ നടത്തുന്നുണ്ടെന്നാണ് സൂചന. അതേസമയം ട്രംപിന്റെ അടുത്ത അനുയായിയും ടെസ്ല സ്ഥാപകനുമായ ഇലോൺ മസ്ക് ഈ മെഗാ പ്രോജക്ടിനെക്കുറിച്ച് സംശയം പ്രകടിപ്പിച്ചു. പദ്ധതി സംബന്ധിച്ച് 3 സ്ഥാപനങ്ങളുടെയും CEOമാർ വൈറ്റ് ഹൌസിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. ചരിത്രത്തിലെ ഏറ്റവും വലിയ AI ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ആയിരിക്കുമെന്നും കുറഞ്ഞത് $50,000 കോടി നിക്ഷേപം നടത്തുമെന്നും അതിൽ ആദ്യ ഗഡു $10,000 കോടി ആയിരിക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. ഈ പദ്ധതി അമേരിക്കയിൽ 100,000-ലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓൺലൈൻ ടാക്സി കമ്പനികളായ ഒലയ്ക്കും ഊബറിനുമെതിരെ നോട്ടീസ് അയച്ച് കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രാലയം. ആൻഡ്രോയിഡ്, ഐഫോൺ ഉപയോക്താക്കളിൽ നിന്ന് ഒരേ ദൂരത്തിന് വ്യത്യസ്ത തുക ഈടാക്കുന്നുവെന്ന പരാതിയിലാണ് നടപടി. ഉപയോഗിക്കുന്ന ഫോണുകളുടെ മോഡലുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനം സംബന്ധിച്ചുള്ള നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഉപഭോക്തൃകാര്യ വകുപ്പ് CCPA മുഖേന ഒല, യൂബർ എന്നിവരിൽ നിന്ന് പ്രതികരണങ്ങൾ തേടി നോട്ടീസ് അയച്ചതായി ഉപഭോക്തൃകാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. കമ്പനികളോട് അവരുടെ വിലനിർണ്ണയ രീതികൾ വിശദീകരിക്കാനും വിവേചനവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കാനും നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിരക്ക് കണക്കുകളിൽ സുതാര്യതയും നീതിയും ഉറപ്പാക്കാൻ കൃത്യമായ വിശദീകരണം നൽകണമെന്നും കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംരംഭകൻ കഴിഞ്ഞ ദിവസം പങ്കുവച്ച എക്സ് പോസ്റ്റുകൾക്ക് പിന്നാലെയാണ് നടപടി. ഒരേ സ്ഥലത്ത് നിന്ന് വിവിധ സ്മാർട്ട് ഫോണുകളിൽ റൈഡുകൾ ബുക്ക് ചെയ്യുമ്പോൾ നിരക്കുകളിൽ വരുന്ന വ്യത്യാസത്തെക്കുറിച്ച് സ്ക്രീൻഷോട്ട് അടക്കമാണ് സംരംഭകൻ പോസ്റ്റ് പങ്കുവച്ചത്. ഫോണിലെ ബാറ്ററി ലെവലുകളും പലപ്പോഴും റൈഡ് നിരക്കുകളെ സ്വാധീനിക്കുന്നുവെന്നും പോസ്റ്റിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ISROയുടെ GSLV F-15 ദൗത്യം ജനുവരി 29 നടക്കും. ISROയുടെ അഭിമാന വിക്ഷേപണത്തറയായ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള 100ാം വിക്ഷേപണം കൂടിയാണിത്. നാവിഗേഷൻ ഉപഗ്രഹമായ NVS-2 ആണ് ഇസ്രോ GSLVയുടെ സഹായത്തോടെ ബഹിരാകാശത്തേക്ക് അയക്കുക. ശ്രീഹരിക്കോട്ടയിൽ 29-ാം തീയതി രാവിലെ 6:23-നാണ് ISROയുടെ ചരിത്ര വിക്ഷേപണം നടക്കുക. ഗഗൻയാൻ ദൗത്യത്തിനു മുന്നോടിയായി യാത്രികരില്ലാതെ വിക്ഷേപിക്കുന്ന ഗഗൻയാൻ 1 ദൗത്യമാണ് തുടർന്നു വരുന്ന പ്രധാന വിക്ഷേപണം. G1 മാർച്ചിൽ വിക്ഷേപിച്ചേക്കുമെന്നാണ് സൂചന. മനുഷ്യയാത്രയ്ക്ക് യോജിച്ച വിധം പരിഷ്കരിച്ച ഹ്യൂമൻ റേറ്റഡ് LBM-3 റോക്കറ്റിന്റെ ആദ്യ പരീക്ഷണം കൂടിയാകും ഇത്. ഇതിനായി റോക്കറ്റ് കൂട്ടിച്ചേർക്കൽ ജോലികൾ ശ്രീഹരിക്കോട്ടയിൽ അവസാന ഘട്ടത്തിലാണ്. G1 ദൗത്യത്തിന് മുൻപ് ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായുള്ള ഒരു പരീക്ഷണ വാഹന അവതരണ ദൗത്യം കൂടി നടന്നേക്കും. US-ലെ മൊബൈൽ സർവീസ് കമ്പനിയായ AST & സയൻസിന്റെ ബ്ലൂബേർഡ് ബ്ലോക്ക് 2 ഉപഗ്രഹം LBM-3 റോക്കറ്റ് ഉപയോഗിച്ച് മാർച്ച് 31-ന് വിക്ഷേപിക്കാനാണ് ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വോയിസ് കോളുകൾക്കും SMS-ന് മാത്രമായുള്ള റീചാർജ് പ്ലാനുകൾ അവതരിപ്പിച്ച റിലയൻസ് ജിയോ. ട്രായുടെ പുതിയ നിർദ്ദേശപ്രകാരമാണ് നെറ്റ് ഇതര റീചാർജ് പ്ലാനുകൾ കമ്പനി അവതരിപ്പിച്ചത്. നെറ്റ് ഉപയോഗിക്കാത്തവർക്കായി വോയിസ്, SMS ഓൺലി റീചാർജ് പ്ലാനുകൾ അവതരിപ്പിക്കണമെന്നായിരുന്നു ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയുടെ നിർദ്ദേശം. ഇതിനുശേഷം എയർടെല്ലാണ് ആദ്യം വോയിസ്, SMS ഓൺലി പ്ലാനുകൾ അവതരിപ്പിച്ച ആദ്യ ടെലികോം കമ്പനി. ഇതിനു പിന്നാലെ ഇപ്പോൾ നെറ്റ് ഇതര വോയിസ്, SMS പാക്കുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ജിയോയും. 458-ന്റെയും 1958 രൂപയുടെയും പ്ലാനുകളാണ് ജിയോ അവതരിപ്പിച്ചിരിക്കുന്നത്. ജിയോ ആപ്പിൽ വാല്യൂ പ്ലാനുകളുടെ വിഭാഗത്തിൽ ഈ 2 പുതിയ പ്ലാനുകളും ലിസ്റ്റ് ചെയ്തു. ഡേറ്റ ആനുകൂല്യമില്ലാതെ വോയിസ്, SMS ആനുകൂല്യങ്ങൾ മാത്രം നിശ്ചിത വാലിഡിറ്റിയിൽ നൽകുന്നു എന്നതാണ് ഈ പ്ലാനുകളുടെ പ്രത്യേകത. 458 രൂപയുടേത് ജിയോയുടെ എൻട്രി ലെവൽ വോയിസ്, SMS ഓൺലി പ്ലാനാണ്. അൺലിമിറ്റഡ് വോയിസ് കോളുകളും 1000 SMS-ഉം 84 ദിവസത്തെ വാലിഡിറ്റിയിൽ ലഭ്യമാകും. ജിയോ TV, ജിയോ സിനിമ, ജിയോ ക്ലൗഡ് തുടങ്ങിയ ജിയോ ആപ്പുകളിലേക്കുള്ള ആക്സസ് അധിക സബ്സ്ക്രിപ്ഷൻ ആനുകൂല്യങ്ങളിൽ ഉൾപ്പെടുന്നു. മുൻപ് 479 രൂപ വിലയിൽ ലഭ്യമായിരുന്ന ജിയോ വാല്യൂ പ്ലാൻ പരിഷ്കരിച്ചാണ് ജിയോ ഈ പ്ലാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. 1958 രൂപയുടെ പ്ലാനിൽ 365 ദിവസ വാലിഡിറ്റിയിൽ വരിക്കാർക്ക് അൺലിമിറ്റഡ് കോളിംഗ് സൗകര്യം ഉപയോഗിക്കാൻ സാധിക്കും. 3600 SMS-ഉം 1 വർഷ വാലിഡിറ്റിയിൽ ഈ വോയിസ്, SMS ഓൺലി പ്ലാൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട്.
ജിയോ ആപ്പുകളിലേക്കുള്ള ആക്സസും ഇതിൽ ലഭ്യമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റോയൽ എൻഫീൽഡിന്റെ പുതിയ മോട്ടോർ സൈക്കിൾ വിപണിയിലേക്ക് കരുത്തുറ്റ 443 cc എഞ്ചിനുമായി എത്തുന്ന സ്ക്രാം 440 കമ്പനി വിപണിയിൽ അവതരിപ്പിച്ചു. സ്ക്രാം 440 ട്രെയിൽ വേരിയന്റിന്റെ പ്രാരംഭ വില 2.8 ലക്ഷം രൂപയാണ്. മുൻഗാമിയായ സ്ക്രാം 411-നേക്കാൾ വിലയിൽ വെറും 1300 രൂപ മാത്രമാണ് കൂടുതലുള്ളത്. 6250 RPM-ൽ 25.4 bhp-യും 4000 RPM-ൽ 34 Nm പീക്ക് ടോർക്കും പുറപ്പെടുവിക്കുന്ന പുതിയ 443 cc എയർ ഓയിൽ കൂൾഡ് എഞ്ചിനാണ് ബൈക്കിന് കരുത്ത് പകരുക. എഞ്ചിൻ 6 സ്പീഡ് ഗിയർ ബോക്സുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. വലിയ ഡിസ്പ്ലേസ്മെന്റും അധിക ഗിയറും ബൈക്ക് സഞ്ചാരികൾക്ക് ഏറെ പ്രയോജനം ചെയ്യുമെന്നാണ് കമ്പനിയുടെ അവകാശവാദം. സ്ക്രാം 440യുടെ ഡിസൈൻ സ്ക്രാം 411-ന് സമാനമാണ്. വൃത്താകൃതിയിലുള്ള ഹെഡ്ലൈറ്റ്, വലിയ ഇന്ധന ടാങ്ക്, സ്ലിം ടെയിൽ സെക്ഷൻ എന്നിവയാണ് മറ്റു പ്രത്യേകതകൾ. ഫോഴ്സ് സ്റ്റീൽ, ഫോഴ്സ് ഗ്രേ, ഫോഴ്സ് ബ്ലൂ, ട്രെയിൽ ഗ്രീൻ, ട്രെയിൽ ബ്ലൂ എന്നീ പുതിയ നിറങ്ങളും റോയൽ എൻഫീൽഡ് അവതരിപ്പിച്ചിട്ടുണ്ട്. LED ഹെഡ്ലൈറ്റ്, സ്വിച്ചബിൾ ഡ്യുവൽ പാനൽ, ABS, മികച്ച സ്റ്റോപ്പിംഗ് പവറിനായി പരിഷ്കരിച്ച ഫ്രണ്ട് ബ്രേക്ക് എന്നിവയും ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.